എടാ ഇത് കൊള്ളാം കേട്ടാ, നല്ല മറ്റേ കളിക്കുടുക്കയുടെയൊക്കെ മണം വരുന്നുണ്ട്. അതായത് മറ്റേ കൊച്ചിലത്തെ ഓർമ്മകളൊക്കെ തിരിച്ചുകൊണ്ട് വരുന്ന ഒരു കിടുക്കൻ പാസ്പോർട്ട് നമ്മുടെ പടപടയെന്നാണ് കേട്ടാ കിട്ടിയത്. അതായത് നമ്മുടെ പ്രോസസ്സിംഗ് ആയിട്ട് ഏകദേശം ഒരാഴ്ച പോലും എടുത്തിട്ടില്ല. അതിന് മുന്നേ തന്നെ നമുക്ക് സാധനം കിട്ടിയിട്ടുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് നമ്മുടേതായ രീതിയിൽ എങ്ങനെയാണ് സാനിറ്റൈസ് ചെയ്യേണ്ടതെന്ന് ഗൂഗിളിലേക്ക് ചോദിച്ചപ്പോഴത്തേക്ക് അവൾ പറഞ്ഞത് ഒന്നെങ്കിൽ ചൂടാക്കാം അല്ലെങ്കിൽ ഓവനകത്ത് വെച്ച് പഴുപ്പിക്കാം എന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് അതൊന്നും അല്ലാത്തൊരു ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തുണിയിൽ കുറച്ച് സാനിറ്റൈസർ അടിച്ചൊന്ന് തുടച്ചു വിടുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ വണ്ടിക്കകത്തുനിന്ന് ഒരു വെറ്റ് വൈപ്പ് എടുത്തിട്ട് നല്ലോണം ഉണക്കിയെടുത്തിട്ടുണ്ട്. അതായത് യാതൊരു രീതിയിലും ഇതിനകത്ത് നനവില്ലാത്ത രീതിയിൽ ഉണക്കിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളൊരു പുതിയ സാനിറ്റൈസർ നമ്മുടെ പുതിയ പാസ്പോർട്ട് സെറ്റാക്കാൻ വേണ്ടി പുതിയ ഒരെണ്ണം വാങ്ങിച്ചെടുത്തേക്കുവാണ്. അത് നമുക്കൊന്ന് ജസ്റ്റ് തുണിയുടെ രണ്ട് വശത്തായിട്ടൊന്ന് അടിച്ചു വിടാം. എന്നിട്ട് നമുക്ക് നമ്മുടെ പാസ്പോർട്ടിൻ്റെ പുറം ഭാഗമൊന്ന് ഫുള്ളായിട്ട് തുടച്ചു വിടാം കേട്ടോ. ഇങ്ങനെ ആദ്യത്തെ പേജ് വരുമ്പോഴത്തേക്ക് ഇതിന് അപ്പുറവും ഇപ്പുറവും ഒരു ലാമിനേഷൻ വരുന്നുണ്ട്, ഒരു തിളക്കം കണ്ട. അപ്പോൾ ലാമിനേഷൻ ഉള്ള ഭാഗത്ത് നമുക്കൊന്ന് തുടച്ചു വിട്ടേക്കാം. ഒരു എക്സ്ട്രാ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചുമ്മാ ഒന്ന് സ്പ്രേ അടിച്ചു വിടാം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ചെയ്യാനായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല. കാരണം അഥവാ ഈ ചെയ്യുന്ന പരിപാടി കൊണ്ട് ഇതിനകത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നിട്ട് പുതിയ പാസ്പോർട്ടൊക്കെ എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെയൊക്കെ യാത്രയൊന്നും തടസ്സപ്പെടാണ്ടിരിക്കട്ടെ. എനിക്കിപ്പോൾ അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ഞാൻ പിന്നെ എടുത്ത് വെച്ചതേ ഉള്ളൂ. കാരണം ക്ലീനപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് മാഫിയ ടീംസിനെയൊക്കെ നമ്മൾ എതിർക്കുന്നതുകൊണ്ട് സിസ്റ്റം തന്നെ ട്രാപ്പിലാക്കാൻ ചാൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ ഒരു പേടി തോന്നിയുകൊണ്ടാണ് നമ്മളിത് എടുത്ത് വെച്ചേക്കുന്നത്. കാരണം ഭാവിയിൽ ഒരു നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ മിസ്സാക്കണ്ടല്ലോ എന്നൊരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ട്.